24 മണിക്കൂറും ചളി അടിക്കുന്നവർക്ക് ഒരു റോൾ മോഡലായിട്ടാണ് റോൾ മോഡൽസ് എന്ന സിനിമ വന്നിരിക്കുന്നത്. നമസ്കാരം, ഫ്ലിക് മലയാളത്തിലേക്ക് സ്വാഗതം. കിടിലൻ ഡയറക്ഷനും ശരാശരിക്ക് മുകളിൽ നിൽക്കുന്ന തമാശകളും ഒന്നൊന്നര പ്ലോട്ട് ട്വിസ്റ്റും എല്ലാം പ്രതീക്ഷിച്ചാണ് ഞങ്ങളും ഈ സിനിമ കാണാൻ പോയത്. പക്ഷേ ഒന്നും തന്നെ ലഭിച്ചില്ല എന്നും തികച്ചും ഒരു അരോചകമായി പല തമാശകളും ഫീൽ ചെയ്തൊരവസ്ഥയിലാണ് ഈ റിവ്യൂ ഞങ്ങൾ തുടങ്ങി വെക്കുന്നത്. തുറന്നു പറഞ്ഞുകൊള്ളട്ടെ, ഈ സിനിമയിൽ നിരന്തരം അവർ ഇതിലെ ക്യാരക്ടേഴ്സായ വിനായകനും ഷറഫുദ്ദീനും വിനയ് ഫോർട്ടും ഫഹദ് ഫാസിലും തമാശകൾ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ പല തമാശകളും വർക്കൗട്ട് ആയിട്ടില്ല. തിയേറ്ററിൽ ഭൂരിഭാഗവും നിമിഷവും കൂവലും, അതേസമയം ഒട്ടനവധി സന്ദർഭങ്ങളിൽ ചില തമാശകൾക്ക് എടുത്തിട്ട് പറയാനാണെങ്കിൽ ഒരു കയ്യടി ലഭിച്ചിട്ടുണ്ട്. വിനായകൻ്റെ പെർഫോമൻസും വിനായകൻ്റെ തമാശകൾക്ക് നല്ലപോലെ കയ്യടിയുണ്ട്. അത് വിനായകനോടുള്ള ഒരു സ്നേഹം കൊണ്ടാണോ എന്ന് തികച്ചും വ്യക്തമല്ല. എന്നിരുന്നാലും ഈ സിനിമയെക്കുറിച്ചൊരു റിവ്യൂ എന്ന രീതിയിൽ പറയുമ്പോഴേക്കും പല സ്ഥലത്തും വർക്കൗട്ട് ആവാത്ത ഒരു കഥയും സ്ക്രീൻ പ്ലേയുടെ ഒരു പോരായ്മയാണ് പറയാനുള്ളത്. തമാശയിലൂടെ പ്രേക്ഷകരെ കയ്യിലെടുക്കാമെന്ന റാഫിയുടെ ആ ഒരു ശ്രമം അത് മേ ബി ഒരു ന്യൂ ജനറേഷൻ കാലഘട്ടത്തിൽ വർക്കൗട്ട് ആയിട്ടില്ല. കേട്ട് തഴമ്പിച്ച പല തമാശകളുടെയും പുനരാവർത്തനമാണ് ഈ സിനിമയിലൂടെ തോന്നിയത്. ഫഹദ് ഫാസിലിൻ്റെ ഒരു ക്യാരക്ടറിന് ഒരു ഡ്യുവൽ പേഴ്സണാലിറ്റി ടച്ച് കൊടുത്തിട്ടാണ് ഈ സിനിമ ആദ്യാവസാനം വരെ പോകുന്നത്. എന്നാൽ അത് അവസാനം എന്തൊക്കെയോ കാണിച്ച് അദ്ദേഹം ശരിയാവുന്നു എന്നതല്ലാതെ അതിനൊരു വ്യക്തതയോ ഈ കഥയിലൂടെ അതിനൊരു എന്താ പറയുക ഒരു ക്ലാരിറ്റിയോ ഒന്നും തന്നെ ഈ സിനിമയ്ക്ക് കൊടുക്കാൻ സാധിച്ചില്ല. ഒരു പക്ക കൺഫ്യൂസ്ഡ് ആയിട്ടാണ് സിനിമ കണ്ടിറങ്ങിയ എല്ലാവരും തന്നെ വന്നത്. ഒന്ന് പറയാം, എൻ പോർഷനിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു കിടിലൻ സംഭവമുണ്ട്. അതിനെക്കുറിച്ച് എന്ത് പറഞ്ഞാലും അതൊരു സ്പോയിലർ ആവും. പക്ഷേ ഒന്ന് മാത്രം പറയുകയാണ്, ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നവർക്ക്, സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് അത് നിങ്ങൾക്ക് വേണ്ടിയാണ് ആ ക്ലൈമാക്സ്. ഇനി ചിത്രത്തിൻ്റെ വേറെ ടെക്നിക്കാലിറ്റിയിലേക്ക് കടക്കാം. മ്യൂസിക് എല്ലാം തന്നെ തേച്ചിലെ പെണ്ണെന്നൊരു ഗാനം കേട്ട ഒരു പ്രതീക്ഷ താഴ്ന്നു പോയതുകൊണ്ട് അത് കുഴപ്പമില്ലാതെ ആ ഒരു പ്രതീക്ഷയിൽ നിന്ന് പോയിട്ടുണ്ട്. ചിത്രത്തിൻ്റെ ഫൈറ്റൊക്കെ പറയുകയാണെങ്കിൽ ഫഹദ് ഫാസിലിൻ്റെ ഒരു ചേഞ്ച് ഓവർ പല സ്ഥലത്തും കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ബട്ട് ടോട്ടലി ആ ഒരു ലാഗ് കൊണ്ടുവരുന്നതും ഒരു വ്യക്തതയില്ലാത്ത ഫസ്റ്റ് ഹാഫും വെറുപ്പിച്ചു. സെക്കൻഡ് ഹാഫ് ആണെങ്കിൽ ആ ഒരു ചേഞ്ച് ഓവർ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. എന്നിരുന്നാലും കുറേ ക്ലീശേ സംഭവങ്ങളും കേട്ട് തഴമ്പിച്ച സാധനങ്ങളും വന്നുകൊണ്ട് ശരാശരിക്ക് താഴെ നിൽക്കുകയാണ് ഈ ഒരു പടം ടോട്ടലി പറയുമ്പോൾ. സോ ഈ പടം സ്വന്തം റിസ്കിൽ പോയി കാണാം. പക്ഷേ കാണുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റിൽ പോയി ഈ ചിത്രം കാണുക. നിങ്ങൾ എങ്ങനെ ഒരു നെഗറ്റീവ് മൈൻഡ് സെറ്റ് ആണെങ്കിൽ ഉറപ്പായിട്ട് ഈ കോമഡി നിങ്ങൾക്ക് ഒരു വെറുപ്പിക്കലായിട്ട് തോന്നും. പകരം ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ആണെങ്കിൽ ഈ കോമഡി ഉറപ്പായിട്ട് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. സോ എല്ലാവരും ചിത്രം തിയേറ്ററിൽ പോയി കാണാൻ ഞങ്ങൾ പറയുന്നില്ല, എന്നാലും നിങ്ങൾക്ക് പോയി കാണാം. കണ്ടതുകൊണ്ട് ഉറപ്പായിട്ട് കുറേ സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് ചിരിക്കാം, കുറേ സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് ഇതെന്താണ് ഈ കാണിച്ചു വെച്ചിരിക്കുന്നത് എന്നതിന് തോന്നിയേക്കാം. സോ മറ്റൊരു ചിത്രത്തിൻ്റെ റിവ്യൂമായി ഞങ്ങൾ ഉടനെ വരുന്നതാണ്. സോ കീപ് വാച്ചിങ് ഫ്ലിക് മലയാളം. ദിസ് ഇസ് ആഷിൻ തമ്പി സൈനിങ് ഔട്ട്.